പണ്ടൊക്കെ ഒരു 20 കൊല്ലം മുമ്പ് പ്രസംഗിക്കാൻ വരുമ്പോൾ വേദിയിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പേര് പറയാൻ 6 പേരെ ഉണ്ടാകൂ. പക്ഷെ ഇന്ന് നമ്മുടെ ഈ വേദിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള അത്തരത്തിലുള്ള നേതാക്കന്മാരാൽ സദസ് നിബിഡമാണ്. ഏത് നേതാവ് BJPയുടെ അധികാരത്തിൽ വന്നാലും പ്രസിഡന്റ് ആയാലും ഏത് ലീഡർ ജനറൽ സെക്രട്ടറി ആയാലും അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് കുങ്കുമഹരിത പതാകയിലും ഭാരതീയ ജനതാ പാർട്ടിയിലുമാണ് എന്ന് വിശ്വസിക്കുന്ന ഈ സദസ്സിൽ ഇരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ നാഡീമിടിപ്പുകളായിട്ടുള്ള സഹപ്രവർത്തകന്മാർ എല്ലാവരും വർദ്ധിതമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാർട്ടി. അങ്ങനെ ഈ പാർട്ടി ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷക്കാരനും UDFും നമ്മളോട് ചോദിക്കുന്നത് ഒരു ചോദ്യമാണ്. ആദ്യം ചോദിച്ചു, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചോദിച്ചത്, നിങ്ങൾക്ക് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണേണ്ടി വരും. ഏത് വ്യക്തിയെ തെരഞ്ഞെടുപ്പിൽ ഇറക്കിയാലും ചിഹ്നം താമരയല്ലേ, ആ താമരയിൽ വോട്ട് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകുമോ എന്ന ചോദ്യമായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചോദിച്ചതെങ്കിൽ നമ്മൾ ഗ്യാലറിയിൽ ഇരുന്നല്ല കളി കാണുന്നത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് 2 കേന്ദ്രമന്ത്രിമാർ ഇന്ന് നമ്മൾക്കുണ്ട്. തൃശൂർ ജില്ലയിൽ നിന്ന് 75,000 വരുന്ന വോട്ടുകൾക്ക് താമര ചിഹ്നത്തിൽ വോട്ടും വാങ്ങി വിജയിച്ചു പോയി ശ്രീമാൻ സുരേഷ് ഗോപിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം ജില്ലയിലും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലും കുറഞ്ഞ വോട്ടുകൾക്കാണ് പരാജയം സംഭവിച്ചതെങ്കിൽ, കൃഷ്ണദാസേട്ടനെ പോലെ ആരാധരായിട്ടുള്ള നേതാക്കന്മാരുള്ള ഈ പാർട്ടി, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നിങ്ങളുടെ സഹോദരിയെ നിയോഗിച്ച് പുന്നപ്രയുടെയും വയലാറിന്റെയും മണ്ണിൽ പോയി ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് പറഞ്ഞതെങ്കിൽ, പെട്ടിയും കിടക്കയും തൂക്കി ആലപ്പുഴയിലേക്ക് ഞാൻ പോയപ്പോൾ പുന്നപ്രയിലും വയലാറിലും 1ാം സ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്തവരൊക്കെയും താമര ചിഹ്നത്തിൽ വോട്ട് നൽകുന്ന ചരിത്രം നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. ദാസേട്ടൻ പറഞ്ഞു, ഇവിടെ BJPയിലേക്ക് കടന്നു വരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് കോൺഗ്രസിന്റെയും നേതാക്കന്മാരാണ്. അതിന്റെ തെളിവാണ്, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ കണ്ടല്ലൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത്, ആ പഞ്ചായത്ത് മുഴുവൻ കോൺഗ്രസുകാരായിരുന്നു. കണ്ടല്ലൂർ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോ അവിടെ ആശങ്കയുണ്ടായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക്, നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, പല നേതാക്കന്മാരും പല കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരും മനസ്സ് മടുത്ത് ആ പാർട്ടിക്കകത്ത് നിൽക്കുകയാണ്. രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന അജയ്യനായ ലോകാരാധ്യനായ ശ്രീമാൻ നരേന്ദ്രമോദിയോടുള്ള സ്നേഹം ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിൽ അതിന്റെ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പെട്ടി പൊളിച്ചപ്പോ കണ്ടല്ലൂർ പഞ്ചായത്തിൽ 1ാം സ്ഥാനം പാർട്ടിക്ക്. അവിടേക്ക് കടക്കണ്ട എന്നാണ് പറഞ്ഞത്. ഒട്ടിച്ച ഫ്ലക്സ് ബോർഡുകൾ കീറുക, അതുപോലെ തന്നെ വലിയ ഫ്ലക്സ് ബോർഡ് നെറ്റി മുതൽ താഴെ വരെ കുത്തിക്കീറുക, അങ്ങനെ പ്രവർത്തകന്മാർ കരയുക. ഹരിപ്പാട് നിയോജക മണ്ഡലത്തില് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉല്ലാസ് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, 5 തവണ ഞങ്ങൾ ഫ്ലക്സ് ബോർഡ് വെച്ചു, അതെല്ലാം കുത്തിക്കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉല്ലാസിനോട് പറഞ്ഞു, ഒരു ദൃഢപ്രതിജ്ഞ അങ്ങോട്ട് എടുക്കുക. ഹരിപ്പാട് നിയോജക മണ്ഡലത്തില് കാർത്തികപ്പള്ളിയില് നമ്മളെ പഞ്ചായത്ത് അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഭരിക്കുമെന്നുള്ള ദൃഢപ്രതിജ്ഞ എടുക്കുകയും ആളുകളുടെ ഹൃദയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഫ്ലക്സ് ബോർഡ് വെച്ചാൽ മതി എന്ന് പ്രഖ്യാപനം നടത്താൻ എന്റെ സഹപ്രവർത്തകന്മാർക്ക് സാധിച്ചുവെങ്കിൽ ആ പഞ്ചായത്തിലെ ഭരണം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. അപ്പൊ കോൺഗ്രസും വ്യത്യാസമില്ല, മാർക്സിസ്റ്റ് പാർട്ടിയും നമുക്ക് വ്യത്യാസമില്ല. കൃഷ്ണദാസേട്ടൻ കണ്ണൂരിൽ പ്രവർത്തനം തുടങ്ങുമ്പോ ആ കണ്ണൂരിലെ തലതൊട്ട നേതാക്കന്മാർ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃനിരയിൽ ഇരിക്കുന്ന നേതാക്കന്മാർ ദാസേട്ടനോട് പറഞ്ഞു, ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന പന്ന്യൻ ചന്ദ്രേട്ടൻ പൂർവികൻ
തലശ്ശേരിയില് എത്ര മെമ്പർമാരുണ്ട് ഇന്ന് BJPയുടെ താമര ചിഹ്നത്തിൽ എന്നുള്ളതിന്റെ മറുപടി മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കുമോ? ഉണ്ട്. നമ്മൾ തലശ്ശേരിയിൽ അടിവെച്ച് മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് ആളുകളുടെ ചോര നിങ്ങൾ കുടിച്ചു, ഒരുപാട് ആളുകളെ നിങ്ങൾ കുത്തിക്കീറി ഞങ്ങളിൽ നിന്ന് അകത്തിയെടുത്തു, ഒരുപാട് ഞങ്ങളുടെ പൂർവികന്മാരെ നിങ്ങൾ ബലിദാനികളാക്കി മാറ്റി. എന്നാൽ തല കുനിക്കാതെ തന്റെ ഇടത്തോടുകൂടി ഈ മഹാപ്രസ്ഥാനത്തിന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറുള്ള നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ കണ്ണൂരിന്റെ മിനിമാറിലേക്ക് മുന്നോട്ട് പോയപ്പോൾ കോൺഗ്രസിലെ ജനാധിപത്യ വിശ്വാസികളാണ് ഞങ്ങൾ കൂടുതൽ എന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിച്ച ശ്രീമാൻ രഘു, അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഷാൾ അണിയിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടന് ഭാഗ്യമുണ്ടായി എന്നുള്ളത് കണ്ണൂരും മാറി എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ രശ്മി കടന്നു വന്നു. എന്തുകൊണ്ടാണ് രശ്മി നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നത്? പ്രിയപ്പെട്ട രശ്മിക്കറിയാം, ഒരു വലിയ ഫ്ലെക്സ് ബോർഡ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ റോഡിൽ വലിയൊരു ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ഫ്ലെക്സ് ബോർഡില് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വലിയ ഫോട്ടോ, അതിൽ എഴുതിയിട്ടുണ്ട് റോഡെല്ലാം നന്നായി, റോഡെല്ലാം നന്നായി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ശരിയാണ്, കേരളത്തിലെ റോഡുകൾ നന്നായിട്ടുണ്ടെങ്കിൽ 1 രൂപ പോലും കൊടുക്കാതെ കേരളത്തിലെ ദേശീയ പാതയുടെ വികസന പ്രവർത്തനത്തിന് ഞാൻ നിർണായകമായിട്ടുള്ള സ്ഥാനം വഹിച്ചു എന്ന് പറഞ്ഞ റോഡിന്റെ മന്ത്രി ആരാധനായ ശ്രീമാൻ നിതിൻ ഗഡ്കരിയുടെ സഹായം കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ റോഡുകളും നിങ്ങൾ ടാറിട്ട് നല്ല മനോഹരമാക്കുന്നത്. ആ റോഡ് നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ വരുത്തുകയാണ്. നിങ്ങൾ പറയുകയാണ് ഇത് പിണറായി വിജയന്റെ റോഡാണ്. ഒരു റോഡും നിങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങൾ വെച്ച ബോർഡുകളെല്ലാം ശ്രീമാൻ നരേന്ദ്രമോദിക്കുള്ള സല്യൂട്ടാണ്. നിങ്ങൾ ഗതാഗത മേഖലയെ കുറിച്ച് പറയുമ്പോൾ ഗതാഗത മേഖല വളരുന്നു കേരളത്തിൽ. ആ വളർച്ചയുടെ പിറകിൽ നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററും ഭരണകൂടവുമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാൻ സാധിക്കും, ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ റെയിൽവേ മേഖലയും ഉണരുമ്പോൾ കേരളത്തിലും നല്ല ഒരു അവാർഡ് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടി. എന്താ അവാർഡ് എന്നറിയുമോ? നമ്മുടെ റെയിൽ പാളങ്ങൾ നവീകരിക്കാനുള്ള ഏറ്റവും കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ച ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറി. അതിന് റെയിൽവേ ഉദ്യോഗസ്ഥന്മാര് അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. ആ അവാർഡ് അവർ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷക്കാരനോടും വലതുപക്ഷക്കാരനോടും ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ റെയിൽവേ മേഖലയുടെ ഇവിടുത്തെ ഉപഭോക്താക്കളുടെ അവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മുഴുവൻ മണിക്കൂറുകളും ഒരു മെമ്പറായിരുന്നു കൊണ്ട് പ്രിയപ്പെട്ട ദാസേട്ടൻ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യമായ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടനെ അമ്യൂണിറ്റി കമ്മിറ്റിയുടെ വലിയ ചുമതലയിൽ കേന്ദ്രമന്ത്രി എടുത്തു. അപ്പൊ എന്ത് സംഭവിച്ചു? റോഡുകളുടെ കൂട്ടത്തിൽ റെയിൽവേയുടെ പാളങ്ങൾ വികസിപ്പിക്കപ്പെട്ടു. ആ റെയിൽവേ പാളങ്ങളുടെ വികസനം ഉണ്ടായി. റെയിൽവേ ലൈൻ അത് വൈദ്യുതീകരിക്കുന്ന കാര്യത്തിൽ കേരളം മുന്നോട്ട് പോയി. എന്നാലും സ്ഥലം ഏറ്റെടുപ്പിന്റെ കാര്യം വരുമ്പോൾ ആ സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാൻ സാധിക്കാതെ കേരളത്തിന്റെ വകുപ്പ് മന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി അത്ര സ്പീഡായിട്ട് മുന്നോട്ട് പോകുന്നില്ല. എന്താ കാരണം? റെയിൽവേക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്താൽ അത് പണിയാൻ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റില്ല. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രം കരാർ കൊടുക്കാനാണ് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് ഇരിക്കുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് എന്ത് ലേലം വിളിക്കുമ്പോഴും ഒരു ഓൺലൈൻ അപേക്ഷയുമില്ല, ഒരു ഓഫ്ലൈൻ അപേക്ഷയുമില്ല. കരാർ എടുക്കുന്നതും കരാർ പ്രവർത്തന പദ്ധതിയിൽ കൊണ്ടുവരുന്നതും ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. ശബരിമലയിൽ ഒരു കരാർ കൊടുക്കുമ്പോൾ അവിടെയും ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. അതിവേഗ പാത കൊണ്ടുവരുമ്പോൾ മാത്രം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് സാധിക്കില്ലല്ലോ എന്നുള്ള ദുഃഖത്തോട് കൂടിയിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇരിക്കുന്നത്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഒരുപാട് സമയമായിട്ട് ഈ പൊതുയോഗത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇന്ന് CAGയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ആ റിപ്പോർട്ട്? ആ റിപ്പോർട്ട് പറയുന്നത്, കൺട്രോളർ ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത പുറത്തു വന്നിരിക്കുകയാണ്. ആ റിപ്പോർട്ട് പറയുകയാണ്, മാർച്ച് മാസം 21-ാം തീയതി 2023 മാർച്ച് മാസം 21-ാം തീയതി വരെ നമ്മുടെ കേരളത്തിൽ NDPCയുടെ, അതായത്
മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും ക്രൂരമായ ഭയാനകമായിട്ടുള്ള കേസുകൾ കേരളത്തിൽ വർദ്ധിതമായിട്ടുണ്ട് എന്ന് സെൻട്രൽ CAGയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ പറയുന്നത് എന്താണ്? ഈ നാടിനെ നശിപ്പിക്കുന്ന മാരകമായിട്ടുള്ള മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 4863 കേസുകൾ എവിടെയും എത്താതെ ഈ കേരളത്തിന്റെ മണ്ണിൽ നിലനിൽക്കുകയാണ്. അവിടെ അവരൊരു ചോദ്യം ചോദിക്കുകയാണ് ഈ ഗവൺമെന്റിനോട്. എന്താണ് ഈ അന്വേഷണം? എന്താണ് എവിടെയും എത്താത്തത്? മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കേസിൽ 1596 മയക്കുമരുന്ന് കേസുകൾ, അത് സെക്ഷൻ 27 മുതൽ 37 വരെ നടപ്പിലാക്കാതെ ആ മയക്കുമരുന്ന് മാഫിയയെ രക്ഷിച്ചു കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ആ CAG കേരളത്തിന്റെ മുന്നിൽ ഉയർത്തിയിരിക്കുകയാണ്. ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ ദൈവത്തിന്റെ നാടായിട്ടുള്ള കേരളത്തെ, നിങ്ങൾക്കറിയാമല്ലോ അയ്യങ്കാളിയുടെ പ്രവർത്തനം കൊണ്ട് പുരോഗമനത്തിന്റെ പാതയിലേക്ക് കുതിച്ച ഈ കേരളത്തെ, ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശങ്ങൾ കൊണ്ട് പുണ്യഭൂമിയായി മാറിയിട്ടുള്ള ഈ കേരളത്തെ, ഒരു കാലത്ത് പന്തി ഭോജനം നടത്തിക്കൊണ്ട് കേളപ്പജിയെ പോലെയുള്ള ആളുകളും മന്നത്തപ്പൂപ്പനെ പോലെയുള്ള ആളുകളും ഈ കേരളത്തെ മുന്നോട്ട് നയിച്ചിട്ടുണ്ടെങ്കിൽ ആ കേരളത്തെ ഇന്ന് രാക്ഷസന്മാരുടെ നാടാക്കി മാറ്റാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പിണറായി വിജയന് സാധിച്ചുവെന്നാണ് CAGയുടെ റിപ്പോർട്ട് എന്റെയും നിങ്ങളുടെയും മുന്നിൽ ചോദ്യചിഹ്നം ഉയർത്തുന്നത്. ഈ നാട്ടിലെ ഭാവി തലമുറയിലെ ചെറുപ്പക്കാരെ നശിപ്പിക്കാനായി ഈ മയക്കുമരുന്നിന്റെ ഏറ്റവും വലിയ അതിന്റെ തലപ്പത്ത് നിൽക്കുന്ന ആളുകൾ മുന്നോട്ട് വരുമ്പോൾ എന്താണ് നിങ്ങൾ സെക്ഷൻ ഇട്ടുകൊണ്ട് അവരെ നീതിന്യായ കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്ന് മുട്ടുകുത്തിക്കാത്തത് എന്നുള്ള ചോദ്യം അത് CAG ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് MP രാജേഷ് ആണ്. നിങ്ങളല്ലേ എക്സൈസ് മന്ത്രി മിസ്റ്റർ രാജേഷ്? നിങ്ങളുടെ കുടുംബത്ത് ഏതെങ്കിലും ഒരു കുട്ടി, 8 വയസ്സുള്ള ഒരു കുഞ്ഞ് ലഹരി മരുന്നിന് അടിമയായാൽ തനിക്ക് സഹിക്കുമോ? സഹിക്കില്ല. എന്നാൽ ഇന്ന് കേരളത്തിൽ 8 വയസ്സു മുതൽ ലഹരി മരുന്നിന്റെ കാരിയർമാരായി ഒട്ടനവധി കേസുകളിൽ പ്രതികളായി ഇന്ന് ബാല കുറ്റകൃത്യത്തിന്റെ അടിമകളായി ഈ കേരളത്തിന്റെ മണ്ണിൽ ചെറുപ്പക്കാരികളും മുന്നോട്ട് പോകുമ്പോൾ ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട രീതിയിൽ ക്ലാസുകൾ പോലും കൊടുക്കാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു എന്ന് CAG കണ്ടെത്തിയപ്പോ നമ്മുടെ MP രാജേഷ് ഒരു മടിയുമില്ലാതെ ഇവിടെ എന്തു ചെയ്തു? ബാറുകൾക്ക് 2 മണിക്കൂർ കൂടി സമയം നീട്ടിക്കൊടുത്തു. എന്നിട്ട് ഒരു മടിയുമില്ലാതെ മാധ്യമ പ്രവർത്തകന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഈ കള്ളുകുടിയുടെ സമയം, മദ്യപാനത്തിന്റെ സമയം അത് നീട്ടുന്നത് ടൂറിസത്തിന് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ മിസ്റ്റർ രാജേഷ്, ടൂറിസ്റ്റുകൾ വരുന്നത് മദ്യം കഴിക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിൽ? അതല്ല നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം ഭാര്യ അറിയാതെ ഒരു 2 പെഗടിച്ച് വീട്ടിലേക്ക് വരുന്ന കുടിയന്മാരുണ്ടല്ലോ, അവരെ നിങ്ങൾ മുഴുക്കുടിയന്മാരാക്കാനുള്ള വേറൊരു തീരുമാനമെടുത്തു. എന്താ തീരുമാനം? കുടിച്ചു കഴിഞ്ഞാൽ ആ കുപ്പി എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞ് നാളെ ഞാൻ ഇത് ചെയ്യില്ല എന്ന് ഭാര്യയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്ന മദ്യപാനിയെ വീണ്ടും കുടിയനാക്കാൻ വേണ്ടി കുപ്പി വീട്ടിലേക്ക് കൊടുത്തയക്കുന്ന നാണം കെട്ട മന്ത്രിയല്ലേ കേരളത്തിലെ MP രാജേഷ്? ആ കുപ്പി കൊണ്ടുപോയി തിരിച്ചു കൊടുത്താൽ പൈസ കിട്ടുമെന്നുള്ള തീരുമാനമുണ്ടാക്കി 12 മണി വരെ കുടിച്ച് 10 മണി കഴിഞ്ഞാൽ അത് കഴിച്ച് നേരത്തിന് വീട്ടിൽ വന്നിരുന്ന ഒരു സാധാരണ മദ്യപാനി ഉണ്ടായിരുന്നുവെങ്കിൽ 12 മണി കഴിഞ്ഞ് ഭാര്യ വിളിച്ചാൽ 12 മണിക്കും ഭർത്താവിനെ വീട്ടിലേക്ക് കിട്ടാത്ത ഒരു സാഹചര്യമാണ് കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾ ഉണ്ടാക്കിയത്. നിങ്ങൾ ഗുജറാത്ത് കണ്ടില്ലേ? 18 കോടി ടൂറിസ്റ്റുകൾ ഗുജറാത്തിലേക്ക് പോകുന്നുണ്ട്. ഓരോ വർഷവും 18 കോടി ടൂറിസ്റ്റുകൾ ഗുജറാത്തിലേക്ക് പോകുമ്പോൾ അവിടെ സമ്പൂർണ്ണ മദ്യ നിരോധനമാണ്.
സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള ഗുജറാത്തിൽ 18 കോടി ആളുകൾ ആ നാട് കാണാൻ വേണ്ടി ചെല്ലുമ്പോ നമ്മുടെ കേരളത്തിന്റെ എക്സൈസ് മന്ത്രി പറയുകയാണ്, ഇവിടേക്ക് ടൂറിസ്റ്റുകൾ വരണമെങ്കിൽ 10 മണി മുതൽ 12 മണി വരെ ഈ സമയം നീട്ടിക്കൊടുക്കണം. ഭർത്താവിന് ഭാര്യയോടൊപ്പം ഇരിക്കാനും കാണാനുമുള്ള സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി. കുട്ടികൾക്ക് അച്ഛനെ കാണാനുള്ള സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി. കേരളത്തെ നശിപ്പിക്കാൻ മയക്കുമരുന്ന് മാഫിയയുടെ കൈകളിലേക്ക് ഈ കേരളത്തെ നിങ്ങൾ എഴുതി പണയം വെച്ചു കൊടുത്തു എന്നുള്ള റിപ്പോർട്ട് കേരളത്തിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് കഴിച്ചവന്റെ ലഹരി അല്ലെങ്കിൽ കഴിക്കുന്നതിനുള്ള ആസക്തി കുറച്ച് കുറയ്ക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു സംവിധാനവും കേരളത്തിലില്ല. പണ്ട് തൃശ്ശൂർക്കാരൻ ഒരു ലോനപ്പൻ നമ്പാടൻ മാഷ് ഉണ്ടായിരുന്നു. നമ്പാടൻ മാഷ് പൊതുയോഗത്തിന് ചെന്നിട്ട് പ്രസംഗിക്കും. പല രാഷ്ട്രീയക്കാരുടെയും പ്രസംഗം നമ്മൾ കേൾക്കുമല്ലോ. അപ്പൊ നമ്പാടൻ മാഷ് പ്രസംഗിക്കുമ്പോ അന്ന് പറയും, ഇപ്പൊ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള ബ്രാൻഡ് എന്ന് പറയുന്നത് കൊട്ടുപടിയാണ് എന്ന് നമ്പാടൻ മാഷ് പറയും. കൊട്ടുപടി എന്ന് പറഞ്ഞാൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ കൊട്ടുപടി കൊണ്ട് തലക്കടിച്ച പോലെ ഒരു കനമാണത്രേ. പിന്നെ ആളങ്ങനെ ഇരിക്കും, മദ്യപാനി. എന്നിട്ട് പിന്നെ നമ്പാടൻ മാഷ് പറയും, ഇപ്പൊ അന്ത്യക്രിസ്തു ഉണ്ട് എന്ന് പറയും പ്രസംഗത്തില്. അന്ത്യക്രിസ്തു എന്താ? അടിച്ചാൽ 3-ാം ദിവസമാണ് ഉയർത്തെഴുന്നേൽപ്പ്. പിന്നെ പറയും ആനമൈക്കി ഉണ്ട് ഒരു ബ്രാൻഡ്. മാഷുടെ പ്രസംഗമാണ്. ആനമൈക്കി എന്ന് പറഞ്ഞാൽ അടിച്ചാൽ പിന്നെ ആനയെ പൊക്കാൻ വല്ല നിർവാഹം ഉണ്ടോ? അതുപോലെയാണ് അത്ര ഇത് കഴിച്ചാളുടെ അവസ്ഥ. അങ്ങനെ അദ്ദേഹം പറഞ്ഞ് ഒരു 8 ബ്രാൻഡ് പറയും. അവസാനം പറയും, ഇനി എന്നാണാവോ ട്രെയിൻ എന്നുള്ള പേരില് ഒരു ബ്രാൻഡ് കേരളത്തിൽ ഇറക്കുക എന്ന് എനിക്കറിയില്ല. കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് ഞാൻ വേദനിക്കുന്നുവെന്ന് ലോനപ്പൻ നമ്പാടൻ മാഷ് പ്രസംഗിക്കുമായിരുന്നു. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നാണമുണ്ടോ മിസ്റ്റർ രാജേഷ്? നിങ്ങൾ ഈ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ കസേരയിലിരിക്കുമ്പോൾ ഇവിടുത്തെ മദ്യം കഴിക്കുന്നവരുടെ കുടുംബത്തിലെ സ്വാസ്ഥ്യം കൂടുതൽ നഷ്ടപ്പെടുത്തുകയും നമ്മൾ ആരും മനസ്സിലാക്കാത്ത ഏറ്റവും വലിയ ഈ MDMA പോലെയുള്ള ലഹരി രാസവസ്തുക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സിരകളിലേക്ക് ഒഴുക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ ഈശ്വര എന്ന് വിളിച്ച് അമ്മ അല്ലെങ്കിൽ അച്ഛൻ ദൈവമേ എന്ന് വിളിച്ച് ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന പതിവുള്ള നമ്മുടെ നാട്ടില് ക്ഷേത്ര വിശ്വാസത്തെയും തകർക്കാൻ നിങ്ങൾ തന്ത്രപൂർവം പരിശ്രമിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഭഗവാനെതിരാണ്, ഭഗവതിക്കെതിരാണ്. അതുകൊണ്ട് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ വരുന്നതെങ്കിൽ നേരത്തെ ദാസേട്ടൻ സൂചിപ്പിച്ചതുപോലെ VD സതീശൻ കേരളത്തെ വർഗീയതയുടെ ആഴക്കടലാക്കാനാണ് പരിശ്രമിക്കുന്നത്. VD സതീശൻ ജമാഅത്ത് ഇസ്ലാമിയെ മടിയിലിരുത്തിയിരിക്കുകയാണ്. VD സതീശൻ മൂകാംബികയിലെ മാസത്തിൽ ഒരു ദിവസം പോയി പ്രാർത്ഥിക്കുന്നത് മൂകാംബികയിൽ പോകുന്ന നമുക്കൊക്കെ കാണാം. പ്രതിപക്ഷ നേതാവ് ഞാൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്ന് പറയാൻ വേണ്ടി മൂകാംബിക ദേവിയുടെ അരികിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും തിരിച്ചിറങ്ങി വന്നാൽ കേരളത്തില് മുസ്ലിം സമുദായവും ഹിന്ദു സമുദായവും ചേരി തിരിഞ്ഞ് അടിക്കണമെന്നും കേരളം വർഗീയതയുടെ വിഷബീജമുണ്ടാകണം കേരളത്തിലെന്നും ചിന്തിച്ചുകൊണ്ട് VD സതീശൻ മുന്നോട്ട് പോകുമ്പോൾ ഏത് കസേര കിട്ടാമെന്ന് പറഞ്ഞാലും വർഗീയ വിഘടനവാദ സന്തതികളെ കൂടെ കൂട്ടാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ട് തിരിച്ചിറങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞു, ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ് ഭാരതത്തിൽ, ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ് ഭാരതത്തിൽ എന്ന് ഒരു വലിയ സമൂഹത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു മുസ്ലിം മതപണ്ഡിതൻ പറയുമ്പോൾ VD സതീശന് സഹിക്കുന്നില്ല. VD സതീശൻ പറയുകയാണ്, അല്ലല്ല, മുസ്ലിങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരല്ല, വിശിഷ്യ കേരളത്തിൽ തീരെ സുരക്ഷിതരല്ല. എന്താണ് മിസ്റ്റർ VD സതീശൻ, നിങ്ങൾ നിങ്ങളുടെ മരിച്ചുപോയ ഉമ്മൻചാണ്ടിയെ മറന്നോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശ്രീമാൻ ഉമ്മൻചാണ്ടി അധികാരത്തിലിരിക്കുന്ന സമയത്ത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ അഫിഡവിറ്റ് ഇങ്ങനെയാണ്. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയെ തള്ളിപ്പറയുന്ന, ഇന്ത്യയുടെ ദേശീയതയോട് മനുഷ്യരെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കാത്ത, ഈ രാജ്യത്ത് വിഘടന വിഭജനവാദത്തിന്റെ വിത്തുപാകുന്ന ജമാഅത്ത് ഇസ്ലാമി ഈ രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്നു എന്ന് അഫിഡവിറ്റ് കൊടുത്ത നേതാവാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയുടെ വാക്കുകളെ തെരുവിൽ അപഹസിച്ച് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയെ വടിയിലിരുത്തിക്കൊണ്ട് മിസ്റ്റർ VD സതീശൻ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇത് തീക്കളിയാണ്. ഈ തീക്കളി എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളില് ഇസ്ലാമിക വിഘടനവാദം ഉണ്ടാകുമ്പോൾ ആ
ഇസ്ലാമിക ഭീകരവാദ സംഘടനകളാണ്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ ഇറാനിലും ഇറാഖിലുമൊക്കെ മുസ്ലിം ഭീകരവാദികൾ കൊലപ്പെടുത്തിയത് മുസ്ലിങ്ങളെ തന്നെയാണ്, അല്ലെ? അങ്ങനെ ഒരു ഭാരതം സൃഷ്ടിക്കാനാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശൻ പരിശ്രമിക്കുന്നത്. ആ വി ഡി സതീശന് കാലം മാപ്പ് തരില്ല എന്നുള്ളത് വരാൻ പോകുന്ന നാളുകളിൽ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ ഹൃദയത്തിൽ എഴുതി വെക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. നമുക്ക് ആ ജമാഅത്ത് ഇസ്ലാമിയെ അല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി 300ഓളം പദ്ധതികൾ ഈ രാജ്യത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ പ്രവർത്തനം കണ്ടുകൊണ്ട് കാശ്മീരിലെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്നായി മാറി എന്ന് പറഞ്ഞുകൊണ്ട് കാശ്മീരിലെ ജനാധിപത്യ വിശ്വാസികളായ, രാജ്യസ്നേഹികളായ മുസ്ലിം ജനസാമാന്യം മുഷ്ടി ചുരുട്ടിക്കൊണ്ട് വന്ദേ മാതരം പാടുന്നുണ്ടെങ്കിൽ ആ മുസ്ലിങ്ങളുടെ രോഗമാണ് രാജ്യം കാത്തിരിക്കുന്നത്. അത് ഈ കേരളത്തിലുമുണ്ട്. ഏതാനും ചെറിയ ഭീകരവാദ സംഘടനകളുടെ ചിലവിലാണ് കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം ജീവിക്കുന്നത് എന്ന് ധരിക്കുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമുള്ള മറുപടിയാണ് ദേശീയ ധാരയിലേക്ക്, ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന മുസ്ലിങ്ങളുടെ ജനസംഖ്യാ വർധനവ്. മെമ്പർഷിപ്പ് അടിച്ച്, മിസ് കോൾ അടിച്ച് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പാർട്ടി ഉണ്ടല്ലോ, കേരളത്തിലെ മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇന്ത്യയിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അമിത്ഷാജിയോടൊപ്പം, മോദിജിയോടൊപ്പം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ നാടിനെ മാറ്റണം, കാർഷിക മേഖലയെ മാറ്റിമറിക്കണം. അതിന് വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള 15 കൊല്ലത്തിലധികം നമ്മുടെ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള, സാധാരണക്കാരനായിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ശിവരാജ് സിംഗ് ചൗഹാൻ എന്നാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. ഈ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ കാർഷിക മേഖലയിലെ നമ്മുടെ വകുപ്പ് മന്ത്രി മിസ്റ്റർ പ്രസാദ് ഡൽഹി വരെ ഒന്ന് തിരിഞ്ഞു നോക്കുകയോ, ആ കാർഷിക വകുപ്പ് മന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കുകയോ, ആലപ്പുഴയിലെ പ്രസാദ് എന്ന് പറയുന്ന പാവപ്പെട്ടവൻ ആത്മഹത്യ ചെയ്തതും, അതുപോലെ തന്നെ പാലക്കാടിലെ കർഷകന്മാർ ആത്മഹത്യ ചെയ്യുമ്പോഴും ഈ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ, പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഇത് ഞങ്ങൾക്കൊന്ന് ചെയ്തു തരണമെന്ന് പറയാൻ വേണ്ടി ഇവിടെ നിന്ന് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെ കണ്ടിട്ടേ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. ആരോഗ്യ മേഖലയില് നേരത്തെ പറഞ്ഞില്ലേ, തൃശ്ശൂരില്, ഞാൻ തൃശ്ശൂർ ജില്ലക്കാരിയാണ്. തൃശ്ശൂർ ജില്ലയില് തൃക്കൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കാൽമുട്ടിന് ശസ്ത്രക്രിയക്ക് പോയിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ 2 കണ്ണുകളും നഷ്ടപ്പെടേണ്ട സാഹചര്യം ആ അമ്മ കേരളത്തിന്റെ മുന്നിൽ വിശദീകരിക്കുന്നത് ഞാനും നിങ്ങളും കേട്ടു. ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ P1 ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനിക്ക് ഒരു കച്ചവടവും കേരളത്തിൽ ഇല്ലായിരുന്നു. 2021 വരെ ഒരു കച്ചവടവും കേരളത്തിൽ ചെയ്യാത്ത P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ കയ്യിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഫണ്ട് വാങ്ങിയത് 4 കോടി രൂപയാണ്. 4 കോടി രൂപ പാർട്ടി ഫണ്ട് വാങ്ങിയതിനു ശേഷം നമ്മൾ കേരളത്തിൽ കാണുന്നത് 15 ലക്ഷത്തോളം ആരോഗ്യ മേഖലയിൽ അഡ്മിഷൻ ഉണ്ടായിരുന്ന രോഗികൾ, ആ രോഗികളുടെ എണ്ണം പൊടുന്നനെ കുറയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത്. എങ്ങനെ കുറയാതിരിക്കും? ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്ന ധൈര്യത്തോടു കൂടി അമ്മയെയോ അച്ഛനെയോ ആ ആശുപത്രിയിലേക്ക്, ആരോഗ്യ മേഖലയിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ 4 വട്ടം ആലോചിക്കും. നിങ്ങൾക്കറിയാം, അവിടെ നല്ല ഡോക്ടർമാരുണ്ട്, എന്നാൽ അവിടെ ഇതുപോലെയുള്ള മനുഷ്യത്വം മരവിച്ച ഡോക്ടർമാരുമുണ്ട്. അവിടെ നല്ല ഡോക്ടർമാർ, മിസ്റ്റർ ഹാരിസിനെ പോലെയുള്ള ഡോക്ടർമാർ പറയുകയാണ്, ഉപകരണങ്ങളില്ല, അസിസ്റ്റ് ചെയ്യാൻ നേഴ്സുമാരില്ല, ആവശ്യത്തിന് അറ്റൻഡർമാരില്ല, എങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് എന്ന് ഇടതുപക്ഷക്കാരനായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ചോദിച്ച ചോദ്യത്തിന് പോലും മറുപടി കൊടുക്കാൻ സാധിക്കാതെ ആരോഗ്യ മേഖല തകരുമ്പോ എന്ത് തീരുമാനിക്കും? എന്ത് വിറ്റ് തുലച്ചിട്ടായാലും വേണ്ടില്ല, പ്രൈവറ്റ് മേഖലയിലേക്ക് പോകാൻ തീരുമാനിക്കും. 15 ലക്ഷം രോഗികൾ ഉണ്ടായിരുന്നത് ഈ കൊല്ലം അഡ്മിഷൻ 7 ലക്ഷം രോഗികൾ മാത്രമാണ്. 3.5 ലക്ഷം മേജർ ശസ്ത്രക്രിയ നടന്നിരുന്നത് ഈ
വർഷം 70,000 ശസ്ത്രക്രിയകളാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? ബാക്കി എല്ലാവരും അങ്ങനെ എവിടേക്ക് പോകണം? സ്വകാര്യ മേഖലയിലേക്ക് പോകണം. സ്വകാര്യ മേഖലയിലേക്ക് പോകണമെന്ന് തീരുമാനിപ്പിക്കാൻ വേണ്ടി P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ കയ്യിൽ നിന്ന് 4 കോടി വാങ്ങി. ആ കമ്പനിയുടെ പാരന്റ് കമ്പനി എവിടെയാണ്? അമേരിക്കയിലാണ്. എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും മൈക്ക് കെട്ടിക്കഴിഞ്ഞാൽ അവരെന്താ പറയുക? അമേരിക്ക ആഗോള കുത്തക, ആഗോള സാമ്രാജ്യത്വ ശക്തി. ആ ആഗോള കുത്തക, ആഗോള സാമ്രാജ്യത്വ ശക്തി എന്ന് അവർ അധിക്ഷേപിച്ച അമേരിക്കയിലെ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനിയും P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയും ഒന്നാണ്. ഒന്ന് പാരന്റ് കമ്പനി, ഒന്ന് ഉപകമ്പനി. അവര് 10 ആശുപത്രികൾ വാങ്ങി. ആസാദ് മൂപ്പന്റെ വാങ്ങി. അവരുടെ കയ്യിലുള്ള ആശുപത്രി 80% ഇന്ന് ബ്ലാക്ക് സ്റ്റോണിന്റെ കയ്യിലായി. അപ്പൊ കിംസും പോയി, മിംസും പോയി. തിരുവനന്തപുരത്ത്, കോട്ടയത്ത്, പാലക്കാട്, മലപ്പുറത്ത് 10 വലിയ ആശുപത്രികൾ ഇന്ന് അവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ, പൊതു സംവിധാനങ്ങളെ തകർത്തു കൊടുക്കുകയാണ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി. വീണ ജോർജിന് എന്ത് ചെയ്യാൻ പറ്റും? വീണ ജോർജിനോട് അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിക്കണം. വീണ ജോർജിനോട് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം. വീണ ജോർജിനോട് നുണ പറയാൻ പറഞ്ഞാൽ പറയണം. ആരാ പറയുന്നത്? പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ശൈലജ ടീച്ചറെ മൂലക്കിരുത്തിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ ജോർജിനോട് നാടകം അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിച്ചില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് കൊടുക്കില്ല, മത്സരിക്കാൻ പറ്റില്ല. അപ്പോ കേരളത്തിന്റെ പൊന്നു തമ്പുരാൻ പിണറായി വിജയൻ പറയുന്നത് കേട്ട് സമരം നടത്താൻ നാണമുണ്ടോ വീണയ്ക്ക്? ഞങ്ങളൊക്കെ എത്ര സമരത്തിന് പോയതാണ്. ഞാൻ വേണമെങ്കിൽ പിന്നീട് ഒരു ചെറിയ വീഡിയോ തരാം. പോലീസുകാർ എന്നെ വളഞ്ഞിട്ട് അടിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണ്. വീണ ജോർജ് പറയുകയാണ്, ഒന്നാമത് ധൈര്യമേ ഇല്ലാത്തവരാണ് ഈ കേശുവിന്റെ ചെറുപ്പക്കാർ. ഏതെങ്കിലും ഒരു ഉജ്ജ്വല സമരം അവർ നടത്തിയിട്ടുണ്ടോ കേരളത്തിൽ? അവരുടെ സഹോദരി, മഹിളാ കോൺഗ്രസിന്റെ സഹോദരിയെ അടിച്ച് നട്ടല് പൊട്ടിച്ച് ഒരു ഭാഗത്തിട്ടിട്ടും മുഷ്ടി ചുരുട്ടി ഒന്ന് മുദ്രാവാക്യം വിളിക്കാൻ തന്റെ ഇടമില്ലാത്ത, വിളിക്കാൻ പോയാൽ സംരക്ഷിക്കാൻ കോൺഗ്രസിനകത്ത് ആളില്ല എന്ന ബോധ്യമുള്ള ആ ചെറുപ്പക്കാര് വീണ ജോർജിനെ ആക്രമിക്കാൻ പോകുമെന്ന് ആരെങ്കിലും ധരിച്ചോ? ഇല്ല. പക്ഷേ അപ്പോഴേക്കും വീണ ജോർജിനെ കഴുത്തു വേദനിച്ചു. എന്താ കാരണം? വീണയ്ക്ക് കഴുത്തു വേദനിച്ചില്ലെങ്കിൽ തൃക്കൂരിലെ ആ അമ്മയും മകനും, കണ്ണു നഷ്ടപ്പെട്ട അമ്മയും മകനും ദൃശ്യമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമെന്നുള്ള ബോധ്യം കൊണ്ടാണ് ഒരു നാടകം നടത്താൻ പിണറായി പറഞ്ഞത്. നോക്കൂ, പിണറായി വിജയന്റെ മുഖം, മുഖ്യമന്ത്രിയുടെ മുഖം കാണുമ്പോൾ ആളുകൾക്ക് തീരെ താല്പര്യമില്ല. എന്നാൽ മോഹൻലാലിന്റെ മുഖം കണ്ടാൽ ആളുകൾക്ക് വലിയ താല്പര്യമാണ്. അപ്പൊ എന്തുണ്ടായി? മോഹൻലാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താണ് ഈ കേരളത്തിൽ? ശ്രീമാൻ ചടയൻ ഗോവിന്ദന്റെ പാർട്ടി, ശ്രീമാൻ AK ഗോപാലിന്റെ പാർട്ടി, ശ്രീമാൻ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പാർട്ടി, ശ്രീ നായനാരുടെ പാർട്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പട നയിക്കുമെന്ന് പ്രഖ്യാപിച്ച എത്രയോ വലിയ കമ്മ്യൂണിസ്റ്റുകാരുടെ പാർട്ടി ഇന്ന് കേരളത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ മുഖം ആളുകൾ കാണാൻ വേണ്ടി നമ്മുടെ സിനിമാ മേഖലയിലെ അബ്രപ്പാളികളിലെ മുടിചൂടാൻ മന്നനായിട്ടുള്ള മോഹൻലാലിനെ കൊണ്ടുവന്നിരുത്തി ഇന്റർവ്യൂ നടത്തേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി തകർന്നു പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കതൊന്നും വേണ്ട. നമ്മൾ തുടങ്ങിയത് ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇല്ലാതെയാണ്. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരി പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഞാൻ അഭിമാനത്തോട് കൂടിയിട്ട് എന്റെ സഹോദരിയെ എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ ചേർത്ത് നിർത്തുകയാണ്. നമ്മൾ വിളിച്ച വന്ദേ മാതരവും, നമ്മൾ വിളിച്ച മുദ്രാവാക്യവും, നമ്മൾ മുന്നോട്ട് പോയതും, നമ്മൾ ഈ സമൂഹത്തിൽ MLA-യുടെ തണലില്ലാതെ, MP-യുടെ തണലില്ലാതെ, ഒരു മന്ത്രിയുടെ തണലില്ലാതെ നമ്മുടെ രാജ്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSS-കാരനോ അല്ലെങ്കിൽ സംഘപരിവാറിൽ നിന്നോ BJP-യിൽ നിന്നോ ഒരാൾ ഭരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടല്ല ഈ ഇരിക്കുന്ന പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വന്നത്. ഒരൊറ്റ മന്ത്രം എന്താണ്? അമരമാകണം എന്റെ രാഷ്ട്രം, വിശ്രുതി നേടണം, നിഖില വൈഭവ പൂർണ്ണമാവണം, എവിടെയും ജനജീവിതം. അങ്ങനെ തീരുമാനമെടുത്തുകൊണ്ട് നമ്മളൊക്കെ പ്രവർത്തനത്തിന്റെ കർമ്മ മണ്ഡലത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് MLA ഉണ്ട്, അല്ലെ? ഇന്ന് നമുക്ക് MLA ഉണ്ട് എന്നല്ല,
MLA ഉണ്ട്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ 20% വോട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ നമ്മൾ ഉണ്ടാക്കും. അന്ന് കട്ടിള പൊളിച്ചവനും കട്ടിളപ്പാളി കൊണ്ടുപോയവനും വാജുവാഹനം മോട്ടിച്ചവനും ഒക്കെ ഒരു 48 മണിക്കൂർ BJPയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളം ഭരിക്കുമ്പോൾ കരിമന്നൂരിലെ സഹകരണ സംഘ കൊള്ളയ്ക്കും ഞങ്ങൾ ഉത്തരം പറയിക്കും. അയ്യപ്പന്റെ വസ്തുവകൾ മോട്ടിച്ചതിനും ഞങ്ങൾ ഉത്തരം പറയിക്കും. അതിന് നമ്മൾ കർമ്മധീരരായിട്ട് പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഇറങ്ങി പുറപ്പെടണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓരോരുത്തരുടെയും ഹൃദയം മിടിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ വേദിയിലേക്ക് നമ്മൾ പോകണം. പ്രിയപ്പെട്ട രശ്മിയോട് പറയാനുള്ളത്, രശ്മിക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രസ്ഥാനത്തിനകത്ത് അത്രയും സ്നേഹവും കരുതലും രശ്മിയെ ഞങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. ഈ ഹിന്ദി നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള സാഹചര്യവും ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിൽ സ്ത്രീകളെ കൂടുതൽ അംഗീകരിച്ചുകൊണ്ട് ദേശീയ തലത്തില് ഡൽഹിയിൽ ഒരു സാധാരണക്കാരിയായ സ്ത്രീ മുഖ്യമന്ത്രിയായി, ഒരു സന്യാസിനി മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായി, ഒരു സാധാരണക്കാരിയായിട്ടുള്ള സഹോദരി കടന്ന് പഠിച്ചു വളർന്നു വന്ന് അവർ ഫിനാൻസ് മിനിസ്റ്ററായി, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി സുഷമാ സ്വരാജ്. അപ്പോ ഭാരതീയ ജനതാ പാർട്ടിയിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി 33% സംവരണം ഇന്ത്യൻ പാർലമെന്റിലും രാജ്യസഭയിലും പാസാക്കിയിട്ടുള്ള, ലോകം അതീവ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന 16 ഇസ്ലാമിക രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ബഹുമതി കൊടുത്ത് ആദരിച്ചിട്ടുള്ള നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ശ്രീമതി രശ്മിക്ക് ഹൃദയപൂർവ്വം എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എന്നെ കേട്ടതിനും എന്നെ സ്വീകരിച്ചതിനും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. അടുത്തതായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന നേതാക്കളെ സ്വീകരിക്കുന്നതിനായി ശോഭ ചേച്ചിയെ ക്ഷണിക്കുകയാണ്. രാജൻ ടി, റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ, കാരുവേലിൽ എഴുകോൺ പഞ്ചായത്ത്, നെടുവത്തൂർ മണ്ഡലം. അദ്ദേഹം വേദിയിലേക്ക് കടന്നു വരണം. അതിനുശേഷം രാജീവ് ആർ, രാജീവ് മന്ദിരം, നെടിയറ കോളച്ചിറ അഞ്ചൽ, CPM-ന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിനുശേഷം ഷിലിൽ CGL, ഡെപ്യൂട്ടി തഹസീൽദാർ പത്തനാപുരം, എക്സ് കേരള റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഷിലിലിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിനുശേഷം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗം ആന്റണി ആര്യങ്കാവ്, അയ്യന്റെ നാട്ടിൽ നിന്നുള്ള ആന്റണി ആര്യങ്കാവിനെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗത്തെ BJPയിലേക്ക് ചേരുവാൻ ക്ഷണിക്കുകയാണ്. അതിനുശേഷം അതേ അയ്യപ്പന്റെ നാട്ടിൽ നിന്നും CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം കൃഷ്ണൻകുട്ടി ആര്യങ്കാവ്, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അതിനുശേഷം CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം അയ്യന്റെ നാട്ടിൽ നിന്ന് അയ്യന്റെ നാട്ടിൽ നിന്ന് മോഹനൻ പിള്ള ആര്യങ്കാവിനെ BJPയിലേക്ക് അണിചേരുവാനായി ക്ഷണിക്കുകയാണ്. തുടർന്ന് വിളക്കുടി വിജയകുമാർ, കേരള കോൺഗ്രസ് ബിയുടെ ജില്ലാ സെക്രട്ടറി, അദ്ദേഹം വാട്ടർ അതോറിറ്റിയിൽ നിന്നും ഓവർസിയറായി റിട്ടയർഡായി. ഗണേശന്റെ പാർട്ടിയിൽ നിന്നും ഗണേശന്റെ നാട്ടിൽ വെച്ച് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരുകയാണ് വിളക്കുടി വിജയകുമാർ. തുടർന്ന് കൊട്ടാരക്കര ചന്ദ്രശേഖരൻ പിള്ള, സാക്ഷാൽ R ബാലകൃഷ്ണപിള്ളയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന കൊട്ടാരക്കര ചന്ദ്രശേഖരൻ പിള്ളയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്ഥലം താമര വിരിഞ്ഞ വിലങ്ങറ, ആ വാർഡിൽ നിന്നും ഇതാ വരികയാണ് കൊട്ടാരക്കര ചന്ദ്രശേഖരൻ പിള്ള. അതിനുശേഷം കൊട്ടാരക്കര സാബു, AITC-യുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് അംഗവും 2025-ലെ അഞ്ചൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന അഞ്ചൽ ചന്ദ്രബാബുവിനെ ഈ പാർട്ടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്.
അടുത്തതായി ഒരു അനുമോദനമാണ്. 72ാം കേരള സ്റ്റേറ്റ് സീനിയർ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ റണ്ണറപ്പായ കൊല്ലം ടീമിന്റെ അംഗമായിട്ടുള്ള ശ്രുതി ആറിനെ ഈ അനുമോദനം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുകയാണ്. ശ്രുതി ആർ. അതുപോലെ മധ്യപ്രദേശിൽ നടന്ന 69ാമത് ദേശീയ സ്കൂൾ ഗെയിംസിൽ ഗേൾസ് അണ്ടർ 19 ക്രിക്കറ്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച നമ്മുടെ അഭിമാനമായ കെരൻ ടി ജോസിനും കെസിയ ടി ജോസിനും അനുമോദനം നൽകുകയാണ്. അടുത്തതായി ജന്മഭൂമി പത്രം ഈ പരിപാടിയുടെ വിജയത്തിനായി ജന്മഭൂമി പ്രസിദ്ധീകരിച്ച സപ്ലിമെന്റ് ആരാധ്യനായിട്ടുള്ള നമ്മുടെ ദേശീയ നിർവാഹക സമിതി അംഗം വി കെ കൃഷ്ണദാസ് ഏട്ടൻ രശ്മിക്ക് നൽകി ഉദ്ഘാടനം ചെയ്യുന്നു. ഇനി ജേക്കബ് ജോൺ അവരെ ഈ പാർട്ടിയിലേക്ക് സ്വീകരണം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുകയാണ്. അതുപോലെ ഓൺലൈൻ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ജേക്കബ് ജോൺ അവരെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ പുനലൂർ മണ്ഡലത്തിൽ നിന്നും കരവാളിൽ നിന്നുള്ള മധു 2005-2010 കാലഘട്ടത്തിൽ CPM കരവാളൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ബിനോയ് വിശ്വത്തിന്റെ പാർട്ടിക്കാരനായ CPI-കാരനായിട്ടുള്ള മധു കരവാളൂരിനെ BJP-യിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇനി അടുത്തതായി നാം ഏവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശ്രീമതി രശ്മിയുടെ മറുപടി പ്രസംഗമാണ്. ആ മറുപടി പ്രസംഗത്തിന് മുന്നോടിയായി സ്വീകരിക്കുന്നതിനായി ഏരിയ പ്രസിഡന്റ് മൈലം ഏരിയയുടെ പ്രസിഡന്റ് സന്തോഷ് താമരക്കുടി അവരെ ക്ഷണിക്കുന്നു. സന്തോഷ് താമരക്കുടി. അതുപോലെ കോട്ടത്തല ഏരിയ പ്രസിഡന്റ് സന്തോഷ് ഇഞ്ചക്കാട് അവരെ ശ്രീമതി രശ്മിയെ സ്വീകരിക്കുന്നതിന് ക്ഷണിക്കുന്നു. തൃക്കണ്ണമംഗൽ ഏരിയ പ്രസിഡന്റ് മനോജ് തൃക്കണ്ണമംഗലിനെ ശ്രീമതി രശ്മിയെ സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വെളിയം ഏരിയ പ്രസിഡന്റ് സിന്ധു DA രശ്മിയെ സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഓടനാവട്ടം ഏരിയ പ്രസിഡന്റ് ഓമനക്കുട്ടം പിള്ളയെ രശ്മിയെ സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഉമ്മന്നൂർ ഏരിയ പ്രസിഡന്റ് ശ്രീമൻ ശശിധരൻ ആചാര്യയെ ക്ഷണിക്കുന്നു. വാളകം ഏരിയ പ്രസിഡന്റ് ശ്രീജി ബൈജുവിനെ രശ്മിയെ സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പേര് വിളിക്കുന്നില്ല, എല്ലാവർക്കും രശ്മിയെ സ്വീകരിക്കാം. ആ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി ശ്രീമതി രശ്മി അവരെ മറുപടി പ്രസംഗത്തിനായി ശ്രീമതി രശ്മി അവരെ ക്ഷണിക്കുകയാണ്. സമയൽ കുട്ടി കാരിക്കൽ അവർ രശ്മിയെ സ്വീകരിക്കുന്നു. സമയൽ കുട്ടി കാരിക്കൽ. OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് അമ്പലക്കര ശിവകുമാർ ശ്രീമതി രശ്മി അവരെ സ്വീകരിക്കുന്നു. പാർട്ടിയിലേക്ക് ഈ പ്രസംഗം കേട്ടുകൊണ്ട് കണ്ടുനിന്ന ഷമേൽ കുട്ടി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരികയാണ്. ഷമേൽ കുട്ടിയെ ഈ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതിനായി ശോഭ ചേച്ചി ക്ഷണിക്കുകയാണ്. ഷമേൽ കുട്ടി വേദിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. വന്നു, സ്വീകരണം ഏറ്റുവാങ്ങി. ഇതാ മറുപടി പ്രസംഗത്തിനായി ആരാധ്യയായിട്ടുള്ള രശ്മി അവരെ ക്ഷണിക്കുന്നു. ഹിന്ദിയിലും 2 വാക്ക് പറയാം. ഒരു സെക്കൻഡ്. യുവമോർച്ചയുടെ കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാറിനെ ക്ഷണിക്കുന്നു. സ്വീകരിക്കാം. സ്വീകരണം കൂടുകയാണ്. OBC മോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റ് ശിവകുമാർ, ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് രാജു ജോർജ്, SC മോർച്ച മണ്ഡലം പ്രസിഡന്റ് ഷിബു ഗോവിന്ദമംഗലം, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് ഗോപാലകൃഷ്ണപിള്ള, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സവിത സതീഷ്. ഈ സ്വീകരണങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രീമതി രശ്മി അവർ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ആ പ്രസംഗം കൂടി കേട്ടിട്ടേ നമ്മൾ വീട്ടിലേക്ക് പോകാവൂ. സ്നേഹാദരണീയനായ ഈ സ്വീകരണ സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാനിയായിട്ടുള്ള കൊല്ലം ഈസ്റ്റ് ജില്ലയുടെ അധ്യക്ഷ കൂടിയായിട്ടുള്ള
രാജീവ് പ്രസാദ് അവർകൾ, സ്വാഗതം ആശംസിച്ച കൊട്ടാരക്കരയുടെ സമരമുഖം കൂടിയായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനീഷ് കിഴക്കേക്കര, ഈ സ്വീകരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗം കൂടിയായിട്ടുള്ള PK കൃഷ്ണദാസ് അവർകൾ, കേരളത്തിന്റെ ഭാവി പ്രതീക്ഷയും പ്രത്യാശയുമായി നമ്മളേറെ നോക്കിക്കാണുന്ന ഏറ്റവും ബഹുമാനിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ അവർകൾ, ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള മുൻ ജില്ലാ അധ്യക്ഷൻ G ഗോപിനാഥ് അവർകൾ, ഏറ്റവും പ്രിയങ്കരിയായ വർഷങ്ങളായി ഞങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയങ്ങളായിരുന്നെങ്കിൽ സുഹൃത്ത് ബന്ധം വളരെയധികം കാത്തുസൂക്ഷിച്ച പ്രിയപ്പെട്ട രാധാമണി ചേച്ചി, ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള നെടുകുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന സംപൂജ്യരായിട്ടുള്ള സംസ്ഥാന, ജില്ലാ, താലൂക്ക് തല ഭാരവാഹികൾ, വിവിധ പോഷക സംഘടനയുടെ അധ്യക്ഷർ, ഈ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, ഇന്ന് എൻ്റെ ജീവിതത്തിന്റെ ഒരു സുപ്രധാന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി പരിപാവനമായ സംസ്കാരങ്ങളെ, വൈവിധ്യങ്ങളെ സംസ്കാരം എന്ന ഏകതയുടെ പൊന്നൂലിൽ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭാരതീയ ജനതാ പാർട്ടി ദേശീയത മാത്രമല്ല, സ്ത്രീ സമൂഹം അടക്കമുള്ളവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സമസ്ത മേഖലയിലും വികസനം എത്തിച്ചുകൊണ്ട് സാധാരണക്കാരോടൊപ്പം ചേർന്ന് നിന്ന പ്രസ്ഥാനം, അതാണ് ഭാരതീയ ജനതാ പാർട്ടി. അത് തന്നെയാണ് എന്നെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആകർഷിച്ചിട്ടുള്ളത്. എന്നോട് പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി തന്നെ തെരഞ്ഞെടുത്തത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയത മാത്രമല്ല, ഇവിടെ വികസിത കേരളം, വിശ്വാസ കേരളം, സുരക്ഷിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന പ്രയാണത്തിൽ നിങ്ങളോടൊപ്പം ഭാഗമാകാനുള്ള ആഗ്രഹം കൂടിയാണ് എന്നെ ഇതിനെ പ്രേരിതയാക്കിയത്. അതിലുപരിയായി വ്യത്യസ്തമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിന്റെ വിവിധ പഞ്ചായത്തുകളിൽ ഉണ്ടായ BJPയുടെ വോട്ടിന്റെ എണ്ണ വർധനവും, അതിലുപരിയായി സാധാരണക്കാരോടൊപ്പം എന്റെ പ്രദേശങ്ങളിൽ നിന്നടക്കം ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പല മുൻകാല ജനപ്രതിനിധികളടക്കം എന്റെ സഹോദരന്മാരടക്കം ഇവിടെയുണ്ട്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിൽ പോലും വലിയൊരു സുഹൃത്ത് ബന്ധം എനിക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും വരും നാളുകളിലും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എനിക്കുണ്ടായിരുന്ന അനുഭവ സമ്പത്ത് നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഞാനും പങ്കാളിയാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നീണ്ട സംസാരത്തിലേക്ക് കടക്കുന്നില്ല. നമ്മളെല്ലാവരും കൊട്ടാരക്കരയുടെ നാട്ടിലെത്തുമ്പോൾ കൊട്ടാരക്കര ഗണപതി ഭഗവാനെയാണ് ആദ്യമായി കാണുന്നത്. ഇന്ന് നമ്മുടെ എല്ലാ ഭാവി പ്രതീക്ഷ ശോഭാ സുരേന്ദ്രൻ അവർകളോടൊപ്പം ഗണപതി ഭഗവാനെ കാണുവാനും അതിനുശേഷമാണ് ഈ സമ്മേളന സ്ഥലത്തേക്ക് എത്തുവാനും എനിക്ക് സാധിച്ചത്. വികസിത കേരളം, വികസിത കൊട്ടാരക്കര, മാറുന്ന കൊട്ടാരക്കരയ്ക്കായി നിങ്ങളോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും താഴെത്തട്ട് വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങൾ എത്തിക്കുവാൻ നിങ്ങളോടൊപ്പം ഒരു എളിയ പ്രവർത്തകയായി ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട്, നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പു നൽകിക്കൊണ്ട് വന്ദേ മാതരം. അടുത്തതായി ഈ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിക്കാൻ നെടുവത്തൂർ മണ്ഡലം പ്രസിഡന്റ്, പാർട്ടിയുടെ നെടുവത്തൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീനിവാസിയെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ 20 വർഷക്കാലം കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ സജീവമായിരിക്കുകയും മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന ആർ രശ്മിക്ക് ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള സ്വീകരണം
പരിപാടിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു മഹാസമ്മേളനമാണ് ഇവിടെ നടന്നത്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷയായിട്ടുള്ള ഈസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ രാജീവ് പ്രസാദ്, ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ പി കെ കൃഷ്ണദാസ് ജി, മുഖ്യ പ്രഭാഷണം നടത്തി നമ്മുടെ സംസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ശോഭ ചേച്ചി, പാർട്ടിയുടെ ജില്ലയുടെ പ്രഭാരിയായിട്ടുള്ള ശ്രീ AR ഐത്തേട്ടൻ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ആലഞ്ചേരി ജയചന്ദ്രൻ, ശ്രീ വൈക്കൽ സോമൻജി, ശ്രീ AR അരുൺ, ഈ സമ്മേളനത്തിന് സ്വാഗതം പറഞ്ഞ കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ശ്രീ അനീഷ് കിഴക്കേക്കര, മറ്റ് ജില്ലാ ഭാരവാഹികൾ, സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടിയുടെ മറ്റ് മണ്ഡലം പ്രസിഡന്റുമാർ, മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ, കർഷക മോർച്ചയുടെ പ്രവർത്തകർ, OBC മോർച്ചയുടെ പ്രവർത്തകർ, ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകർക്കും കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിന്റെയും ഈസ്റ്റ് ജില്ലയുടെയും പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളും.